SNDP ആയിട്ട് കൂട്ടൊന്നും വേണ്ട, സമദൂരത്തിൽ തന്നെ പോയാൽ മതി എന്നാണ് സുകുമാരൻ നായർ ഇപ്പോൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? സമദൂരമൊക്കെ ശരി തന്നെയാണ് പറയുന്നത്. സമദൂരം എന്ന് നേരത്തെ സുകുമാരൻ നായർ പറയുന്നത്. പക്ഷേ ഇതൊന്നുമല്ല. ഇത് രാഷ്ട്രീയ ഗുണം ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് സുകുമാരൻ നായർക്ക് ഇപ്പോൾ പ്രശ്നം. സുകുമാരൻ നായർ ഹിന്ദു വിഭാഗത്തെ, ഹിന്ദു സമൂഹത്തെ ചതിച്ചു എന്ന് വേണം പറയാൻ. സുകുമാരൻ നായർ വലിയ ചതിയാണ് കാണിച്ചത്. അതെന്താണ്? കാരണം ഈ പറയുന്ന ഐക്യത്തിൽ നിന്ന് പിന്നോക്കം പോകുന്നു. ഹിന്ദു സമൂഹം ഒരുമിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത്? പൊളിറ്റിക്കൽ ഇസ്ലാമിനും UDF ഒക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കുകയും അവർ ഒരേ സമഭാവനയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്താൽ വലിയ നഷ്ടമുണ്ടാകുമെന്നുള്ള ബോധ്യമുണ്ട്. മുമ്പും ഇതല്ലേ, ആർക്കൊക്കെ ഇവിടെ ഈ NSS SNDP ഒരുമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആർക്കൊക്കെ ഇവിടെ നോവുന്നത്? ഇവിടെ സമസ്തക്കാരന് നോവുന്നു, സമസ്തക്കാരേതോ ഒരുത്തൻ അവന് നോവുന്നു. അതുപോലുള്ള ഓരോരോ വർഗീയവാദികൾക്കും വിഷം തുപ്പുന്ന ഉസ്താദുമാർക്കും ഒക്കെയാണ് നോവുന്നത്. കാരണം ഹിന്ദുക്കളുടെ ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ ഈ മൈനോറിറ്റി ആയിട്ടുള്ള ഇവർ പരാജയപ്പെടും. ഇവരുടെ നടപടികളൊന്നും നടപ്പിലാവാതെ വരും. അധികാരം കിട്ടിയാൽ ഇവർക്ക് തോന്നിയത് പോലെ സംഭവം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ വരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് എങ്ങനെയും ഹിന്ദുക്കൾക്കിടയിൽ തമ്മിലടി ഉണ്ടാക്കുക എന്നുള്ളൊരു നീച ലക്ഷ്യം ഇസ്ലാമിസ്റ്റുകൾക്കുണ്ട്. പക്ഷേ ഈ രണ്ടുപേരും കൂടെ ഇങ്ങനെ കൈകോർക്കുന്നത് CPM വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നല്ലോ. അങ്ങനെയല്ല. CPM എങ്ങനെയാണ് ഗുണം ചെയ്യാതെ? CPM ഗുണം ചെയ്യുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ടാണ് CPM ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. വെള്ളാപ്പള്ളിയുടെ മനസ്സ് പിണറായിക്കൊപ്പമാണ്. അപ്പോൾ വെള്ളാപ്പള്ളി അങ്ങനെ ഒരു നീക്കം നടത്തുമോ എന്നുള്ളതായിരുന്നു മുമ്പ് സംശയിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇവിടെ സുകുമാരൻ നായർ പറയുന്നത് BDJS നേതാവ്, അതായത് NDAയുടെ പ്രധാനപ്പെട്ട നേതാവ് ഈ NSS ഐക്യത്തിന് വേണ്ടിയിട്ട്, അതായത് വെള്ളാപ്പള്ളി അല്ല ചെന്നത്, വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് പറഞ്ഞു വിട്ടത്. അത് എന്ന് പറയുന്നത് രാഷ്ട്രീയ താല്പര്യം മുന്നിൽ വെച്ചാണ് എന്നാണ് ഈ സുകുമാരൻ നായരിൽ പറഞ്ഞത്. ഞാൻ RSSൻ്റെ നിക്കർ വിട്ട് സ്വയംസേവകനായിട്ട് നടന്നിട്ടുണ്ടത്. അത് ഒരു കാര്യമില്ല. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കാര്യമില്ല. കാരണം അതിൻ്റെ ഒരു ഗുണവും ഇല്ലാത്ത ആളാണ്. ആർക്ക് വേണമെങ്കിലും നടക്കാലോ. അതെ, ആർക്ക് വേണമെങ്കിലും നടക്കാം. അപ്പോൾ അതിൻ്റെ യാതൊരു ഗുണവും അയാൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. സുകുമാരൻ നായർക്ക് ഈ പറയുന്ന RSSകാരനായിരുന്നതിൻ്റെ യാതൊരു ഗുണവുമില്ല എന്നുള്ളത് തുറന്നു പറയേണ്ടി വരുന്നതാണ്. കാരണം ഹിന്ദു ഒരുമിക്കരുത് എന്ന ഒരു വൃത്തികെട്ട നിലപാട്. കാരണം എങ്ങാനും BJPക്ക് ഗുണം കിട്ടിയാലോ, ഹിന്ദു ഒരുമിച്ചാൽ എങ്ങാനും BJPക്ക് ഗുണം കിട്ടിയാലോ എന്നുള്ള ഭയമാണ് സുകുമാരൻ നായർക്കുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സുകുമാരൻ നായർ എന്നാൽ പിന്നെ ഈ പറയുന്ന സുകുമാരൻ നായരെ പറ്റി കൂടെ നമുക്ക് പറയേണ്ടി വരില്ലേ? സുകുമാരൻ നായർ എന്താ ചെയ്യുന്നത്? വെള്ളാപ്പള്ളിയെ ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്താറുണ്ട്. SNDPയുടെ ആജീവനാന്ത ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു, സ്വന്തം കുടുംബസ്വത്താക്കി SNDP വെച്ചിരിക്കുന്നു എന്നൊക്കെ വിമർശിക്കുന്നില്ലേ? സുകുമാരൻ നായർ എന്താ അത് തന്നെയല്ലേ ചെയ്യുന്നത്? സുകുമാരൻ നായരുടെ സകല ബന്ധുക്കളും NSSലല്ലേ ജോലി? NSSലല്ലേ ഇവരെല്ലാം NSS കുടുംബസ്വത്ത് പോലെ ആക്കി വെച്ചേക്കല്ലേ സുകുമാരൻ നായർ? അപ്പോൾ ഈ പറയുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. സുകുമാരൻ നായർ കൈയടക്കി വെച്ചിരിക്കുന്നത് NSS ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, മറ്റൊരു കാര്യം അതിൻ്റെ അത് പ്രധാനപ്പെട്ടതുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യം ഉണ്ടാകരുത്. സുകുമാരൻ നായർ, എനിക്ക് നല്ല സംശയം തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾ സുകുമാരൻ നായരെ വിലക്കെടുത്തിട്ടുണ്ടോ എന്നാണ്. BDJSുമായി ബന്ധപ്പെട്ട ഒരാൾ, അതായത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ അതിൻ്റെ നേതാവാണ്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വരുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം. പക്ഷേ തുഷാർ എന്ന് പറയുന്നത് BJP അനുഭാവിയായിട്ടുള്ള BJPയെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകണം? തുഷാർ SNDPയുടെ നേതാവല്ലേ? SNDPയുടെ നേതാവാണ്. പക്ഷേ SNDPയുടെ നേതാവ് എന്ന് പറയുമ്പോൾ SNDPയുടെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കേണ്ടത്, SNDP ആയിട്ട് തന്നെ കണക്കാക്കേണ്ടത്. പിന്തുണയ്ക്കുന്നത് BJP ആയതുകൊണ്ട് പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയമല്ലേ ഇതൊക്കെ വെറും കാരണങ്ങൾ മാത്രമാണ്. ഇതൊക്കെ വെറും കാരണം മാത്രമാണ്. എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹിന്ദു ഐക്യം ഉണ്ടായാൽ BJPക്ക് ഗുണം കിട്ടുമെന്നുള്ള ഒറ്റ ഭയം കൊണ്ടാണ് സുകുമാരൻ നായർ ഇത് ചെയ്യുന്നത്. സുകുമാരൻ നായർക്ക് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സിനപ്പുറം താല്പര്യങ്ങളുണ്ട്. സുകുമാരൻ നായരുടെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള താല്പര്യമാണ്. അല്ലാതെ സമസ്ത കേരളത്തിലുള്ള നായന്മാർക്ക് വേണ്ടിയിട്ടുള്ള അവരെ ഉദ്ധരിക്കുക എന്ന് പറയുന്ന ചിന്തയൊന്നും ഉള്ള ആളല്ലല്ലോ സുകുമാരൻ നായർ. 100% ഉറപ്പല്ലേ? ഈ പറയുന്ന NSSന് എന്തെങ്കിലും ഗുണമുണ്ടോ? NSS കൊണ്ട് നായന്മാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പോൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഇച്ഛാശക്തിയോടുകൂടി, ആ ബോധത്തോടു കൂടി പെരുമാറണം. അപ്പോൾ NSS പ്രവർത്തിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. മന്നത്ത് പത്മനാഭനും R ശങ്കറും കൂടി ചേർന്നുകൊണ്ട് ഹിന്ദു മഹാമണ്ഡലത്തിന് രൂപം നൽകിയത് ഇതേ താല്പര്യം മുൻനിർത്തിയാണ്. അത് പിന്നീട് താർത്തെറിയപ്പെട്ടതല്ലേ? അതുപോലെ ഇതിനു മുമ്പ് SNDP NSS ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അത് വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞു മുസ്ലിം ലീഗാണ് അന്ന് തടയിട്ടതിന് എന്നുള്ളത്.
ഇന്ന് SNDPയും NSS ഒന്നിക്കണമെന്നുള്ളതിനെ സുകുമാരൻ നായർ തരുന്നു. കാരണം വിളിച്ചു പറഞ്ഞത് വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി വിളിച്ച് പറയുമ്പോൾ ഇനി വെള്ളാപ്പള്ളിയെ സ്വാധീനിച്ച് ഈ പറയുന്ന ഈ ഹിന്ദു ഐക്യത്തെ തടയാൻ പറ്റില്ല എന്നുള്ളത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അറിയാം, ഇല്ലെങ്കിൽ ലീഗിന് അറിയാം. അതുകൊണ്ടായിരിക്കണം സുകുമാരൻ നായരെ ചാക്കറ്റ് പിടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. സുകുമാരൻ നായർ ഈ കൃത്യമായിട്ട് എനിക്ക് നല്ല സംശയം തോന്നുന്നു, സുകുമാരൻ നായർ ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്, ഹിന്ദു വിരോധികൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആ വിരോധം മനസ്സിലാക്കി, ആ വിരോധം ഹിന്ദുക്കളോടുള്ള വിരോധത്തെ ആളിക്കത്തിക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് ഹിന്ദുവിനെ നശിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് സുകുമാരൻ നായർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. BDJSൻ്റെ നേതാവ് കൂടിയായ SNDPയുടെ നേതാവായിട്ടുള്ള തുഷാർ നേരിട്ട് വന്ന് കണ്ടാൽ അത് BDJSനും BJPക്കും ഒക്കെ ഗുണം ചെയ്താലോ എന്ന് ഭയപ്പെടുന്നുണ്ട് സുകുമാരൻ നായർ. BJPക്ക് ഗുണം ചെയ്താൽ അയാളുടെ താല്പര്യങ്ങൾ നടക്കില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം. അതായത് എനിക്ക് തോന്നുന്നു സുകുമാരൻ നായരുടെ താല്പര്യം ഈ പറയുന്ന കോൺഗ്രസിനോടായിരിക്കണം, കോൺഗ്രസിനോടാണ്. പക്ഷേ തെറ്റാണ്, ഒരു സംശയം വേണ്ടല്ലോ. സുകുമാരൻ നായർക്ക് എന്ത് സമദൂരം, എപ്പോഴാണ് സമദൂരം പാലിച്ചിട്ടുള്ളത്? എവിടെയെങ്കിലും സമദൂരം പാലിച്ചിട്ടുണ്ടോ? ഒരിടത്തും പാലിച്ചിട്ടില്ല സമദൂരം. പിന്നീട് ഇപ്പോഴും ഈ പറയുന്ന ശബരിമലയുടെ കേസിൽ പോലും NSSന് വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് അധികം സംസാരിക്കാറ് പോലും ഇല്ലല്ലോ, പ്രതിഷേധിക്കാനില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് മുമ്പ് ആദ്യഘട്ടത്തിൽ പ്രതിഷേധിച്ചിരുന്നു, NS നാമജപ ഘോഷയാത്രയൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമാകുന്ന കൃത്യമായിട്ടുള്ളൊരു നിലപാട് അവിടെ മനസ്സിലാകുന്നുണ്ട്. അത് ഹിന്ദു വിരുദ്ധമാണ്, ഹിന്ദു നായർ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സുകുമാരൻ നായർ എടുത്തിരിക്കുന്നത് എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഹിന്ദു ഐക്യത്തെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ, അത് ചതിയാണ്. അതായത് അവർക്ക് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് ഇവിടുത്തെ ഹിന്ദുക്കളെ കൊണ്ടെറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഹിന്ദു സമുദായ നേതാവ് ഇസ്ലാമിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിലേക്കാണ് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഹിന്ദുക്കളെ ബലി കൊടുക്കുകയാണ്, ചതിച്ചു. സുകുമാരൻ നായർ ചതിച്ചതാണ്, 100% ഉറപ്പിച്ച് പറയാം. സുകുമാരൻ നായർ ഹിന്ദു സമൂഹത്തെ, കേരളത്തിലുള്ള ഹിന്ദുക്കളെ ചതിച്ചിരിക്കുകയാണ്, കൊടും ചതിയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചതി നടന്നിരിക്കുന്നത് വെറും 9 ദിവസം കൊണ്ടാണ്. 9 ദിവസം മാത്രമേ ഈ ഒരു സഖ്യത്തിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ആയുസുണ്ടായിട്ടുള്ളൂ. അതെ. അപ്പോൾ ഇത് NSSൻ്റെ യോഗത്തിൽ സുകുമാരൻ നായർ മുമ്പോട്ട് വയ്ക്കുന്നു. പക്ഷേ അവിടെ നിന്ന് വരുന്ന ഒരു വിവരമുണ്ട്, NSSനകത്തുള്ള യോഗത്തിനകത്ത് സുകുമാരൻ നായർക്കെതിരെ നിലപാടെടുത്തവരുണ്ട്. സുകുമാരൻ നായർ പറഞ്ഞേ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, തെറ്റാണ്. അവിടെ ഉറപ്പല്ലേ, അവരുടെ സ്വാഭിമാനമുള്ള ഹിന്ദുക്കളില്ല അതിനകത്ത്, ഉണ്ടല്ലോ, അവർ ഉറപ്പായിട്ട് എതിർത്തിട്ടുണ്ടാവുമല്ലോ സുകുമാരൻ നായരുടെ ഈ നിലപാടല്ല ശരിയെന്ന്. NSSനകത്ത് ഒരു നിലപാട് വന്നിട്ടുണ്ട്, അതായത് ഹിന്ദു ഐക്യം തന്നെയാണ് വേണ്ടത്, SNDP NSS ഐക്യം തന്നെ ഉണ്ടാണ്. SNDP NSS അല്ല, എല്ലാ സംഘടനകളും, അതിപ്പോൾ പുലയർ സഭയായാലും കേരള പുലയർ മഹാസഭയായാലും അത് തുടങ്ങി അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെയുള്ള എല്ലാ സമുദായ സംഘടനകളും ഒന്നിച്ചിരിക്കണം. അവരൊന്നിച്ച് നിന്നാൽ മാത്രമേ ഹിന്ദു ഐക്യം സാധ്യമുള്ളൂ. അങ്ങനെ ഇപ്പോൾ പ്രിയൻ പറഞ്ഞതുപോലെയാണ് എന്നുണ്ടെങ്കിൽ NSSൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ മറിയാനുള്ള സാധ്യതകളുമില്ലേ? അതായത് വോട്ട് അങ്ങനെ മറിയില്ല, യോഗത്തിനകത്തുണ്ടായ ഒരു അഭിപ്രായം, വിരുദ്ധാഭിപ്രായം ഉണ്ടായി എന്നുള്ളതാണ്. അല്ലാതെ NSSൻ്റെ നിലപാടിൽ അങ്ങനെ മാറ്റമൊന്നും വന്നില്ല. അവർ വെളിയിറങ്ങിയിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ സുകുമാരൻ നായർക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. സുകുമാരൻ നായർക്ക് ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. സുകുമാരൻ നായരുടെ നെറ്റിയിലിട്ടേക്കുന്ന ആ കുറിയുണ്ടല്ലോ, ആ കുറിക്ക് ഒരർത്ഥവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം എന്താ, അതിനർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ ഹിന്ദു ഐക്യത്തിന് വേണ്ടി വെറുതെ ഷോയ്ക്കിട്ടേക്കതാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വെറും ഷോയാണത്, ഒരു തരത്തിലുള്ള ഹിന്ദു പ്രതിബദ്ധതയും ഇല്ല എന്നുള്ള. എന്താ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? അത് വെച്ച് BJPക്ക് വല്ല ഗുണവും കിട്ടിയാലോ ഒന്ന്, NDAക്ക് ഗുണം കിട്ടിയാൽ എന്താ, ഹിന്ദുക്കൾക്കല്ലേ ഗുണം കിട്ടുന്നത്? ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ടല്ലേ ശ്രമിക്കുന്നത്? അപ്പോൾ അത് വേണ്ട എന്ന് വെക്കണമെങ്കിൽ അത്രത്തോളം ഒരു കുഴിഞ്ഞ ചിന്താഗതി, ഈ പറയുന്ന നമ്മൾ പറയുമല്ലോ കുഴിത്തുരുമ്പെന്നൊക്കെ പറയുമല്ലോ, അത്രയും ഒരു ചിന്താഗതി വെച്ചുകൊണ്ടാണ് ഹിന്ദു വിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നത്. അതാരെ സഹായിക്കാനാ? ഈ ഇസ്ലാമിസ്റ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ UDFനെയും അതുപോലുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സുകുമാരൻ നായർ ഒരു നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാടാണ് നമ്മളിവിടെ കാണുന്നത് എന്നുള്ളതാണ്. വളരെ മോശമായിട്ടുള്ള ഒരു നിലപാടാണ് ഇത്. ഒരു കാരണവശാലും ഹിന്ദുക്കൾ അനുവദിക്കില്ല, ഹിന്ദുക്കൾ വെച്ച് ഉറപ്പിക്കില്ല. ഹിന്ദുക്കൾ ഈ പറയുന്ന സുകുമാരൻ നായർ ഐക്യമില്ല എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഹിന്ദുക്കൾ ഒരുമിച്ച് തന്നെ നിൽക്കും. സുകുമാരൻ നായർ ചെയ്ത ചതിയാണ് എന്ന് മാത്രമേ നമുക്കിവിടെ പറയാൻ കഴിയൂ.